ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല കിഡിലൻ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും അതുപോലെ ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ മണം തന്നെ അടിച്ചാൽ മതി, അത്രയ്ക്ക് രുചിയാണ്. വേറൊരു ലെവലാണ് ഈ ഞണ്ട് റോസ്റ്റും. അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങൾ കൊതിപ്പിക്കണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനായിട്ട് മുൻപും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതാ ഞാനിവിടെ ഞണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ ഞണ്ടാണ്. കഴുകി വൃത്തിയാക്കിയൊക്കെ വന്നപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഞണ്ട് നന്നായൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ നന്നായൊന്ന് കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 8-10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഒരു 4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതാ ഇത്ര പോകുന്നൊരു കഷ്ണം മതിയാവും. ഇതൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് ജീരകമാണ്. ജീരകം ചെറിയ ടീസ്പൂണിലാണ്. ഇത് വലിയ ജീരകമാണ് കേട്ടോ, അതുകൊണ്ട് പെരിഞ്ജീരകമാണ്. അതിട്ട് കൊടുക്കാം. ടേബിൾ സ്പൂണിൻ്റെ കണക്കല്ല കേട്ടോ, ചെറിയ ടീസ്പൂണിൻ്റെ കണക്കാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളകാണ്. അത് 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 കപ്പ് ചുവന്നുള്ളിയാണ്. ഇതൊന്ന് നന്നായി ചതച്ചെടുത്ത് വെക്കണം. മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്. ഒരു ചെറിയ ഇടിക്കല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല നമ്മൾ ചതച്ചെടുക്കുന്നത്, അതിലിട്ടിട്ട് വേണം കേട്ടോ ഒന്ന് ചതച്ചെടുക്കാനായിട്ട്. ഇനി അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മൺചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. ഇനി ചെറിയ ടീസ്പൂണിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ സ്വന്തം നാടൻ വിഭവങ്ങളൊക്കെ എപ്പോഴും ഇടുന്ന ഐറ്റമായ നമ്മുടെ വേപ്പിലയാണ്. അതും കൂടി ഇട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിയിൽ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകവും കുരുമുളകൊക്കെ ഇട്ടിട്ട് അതിട്ട് കൊടുക്കുക. അതിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് മൂത്ത് വന്നതിന് ശേഷം വേണം പിന്നെ നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 1/2 കപ്പ് ചുവന്നുള്ളി വേണം കേട്ടോ. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതും കൂടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളത് സവോളയാണ്. സവോള ഒരു 2 വലിയ സവോള, അത് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത്രയും സവോള വേണമെന്ന്. പക്ഷേ സവോള നന്നായി വെന്തുടഞ്ഞ് വരും. നമ്മുടെ റോസ്റ്റിൽ സവോള ഇട്ടിട്ടുണ്ടോയെന്ന് തന്നെ തോന്നില്ല ലാസ്റ്റ് ആകുമ്പോൾ. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. നന്നായി വാടി കിട്ടണം കേട്ടോ. ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ കൊത്തിരിഞ്ഞെടുക്കും പെട്ടെന്ന് വാടി കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടുന്ന ടൈം നമുക്ക് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കണം. 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് കനം കുറഞ്ഞിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. ഇതും കൂടി ഒന്ന് നന്നായി ഒന്ന് വാടി കിട്ടട്ടെ. തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഒന്ന് കുത്തി കൊടുത്താൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചിട്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 4-5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം കൂടിയിട്ടും ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് 3 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ എടുത്തേക്കുന്ന ഞണ്ടിൻ്റെ അളവിന് അനുസരിച്ചിട്ട് വേണം കേട്ടോ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഞണ്ടിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഞാനിപ്പം ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഈ ഒരു അളവ് കറക്റ്റാണ് ആ ഞണ്ടിലേക്ക്. എല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഞാൻ ചുവന്നുള്ളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഈ ഒരു കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. ഈ ഞണ്ട് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് കൂടി വെള്ളം ഇറങ്ങും.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ നന്നായി ഇനി വറ്റി വരണം കേട്ടോ, ഫുള്ളായിട്ട് വറ്റി വരണം. അപ്പോഴേക്കും ഞണ്ടൊക്കെ നന്നായി വെന്ത് കിട്ടും ചെയ്യും. കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു പരിധി വരെ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഇതിന്. ഇനി ഇതിലേക്കൊരു അല്പം പുളി കൂടി കിട്ടാനായിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 2 തക്കാളി ഇട്ടിട്ടുണ്ട്, എങ്കിലും പുളി കുറവായിരുന്നു. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി ഒഴിച്ചു കൊടുത്തേക്കാണ്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതെല്ലാ ഭാഗത്തേക്കൊന്നും ആവണം. ലാസ്റ്റായിട്ട് അല്പം കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് നോക്കിയപ്പോൾ അല്പം കുറവായിട്ട് തോന്നി. പക്ഷേ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ഈ കുരുമുളക് പൊടിയുടെ അളവൊക്കെ നമ്മൾ കൂട്ടാനായിട്ട്. എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണമെന്നില്ല. ഞണ്ട് കറിയിൽ അല്പം എരിവ് ഉണ്ടാകുന്നതാണ് ടേസ്റ്റ്. ഇപ്പോൾ ഇതാ നന്നായി വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് സ്റ്റേജായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി തോമിച്ച് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ടൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞിട്ടേക്കാണ്. നന്നായി ഒന്ന് തൂമിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2-3 വറ്റൽമുളക് കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം ലാസ്റ്റായിട്ട് ഒരു അല്പം കൂടി വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പിലൊക്കെ കൂടി ഇട്ടിട്ട് തൂമിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക മണമായിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റും നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ തയ്യാറായിട്ടിരിക്കുന്നത്. നല്ലൊരു മണമാണ്. ഇത് വെറുതെ എടുത്ത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഒന്നിൻ്റെ കൂടിയും കൂട്ടി കഴിച്ചില്ലെങ്കിലും വെറുതെ എടുത്ത് കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണിത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ആ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ കമൻസായിട്ട്. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ അതുപോലെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.